നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അതിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ടൈറ്റിൽ കണ്ടിട്ട് കുറെ ആളുകൾ വന്നിട്ട് തെറിവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം അവർ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ടൈറ്റിൽ മാത്രം കണ്ടിട്ട് വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്ന അന്യഗ്രഹ ജീവികളാണ് അവർ അവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് പോട്ടെ. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അല്ലെങ്കിൽ വീഡിയോന്റെ പകുതിയെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗ്രാഹ്യം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതിന് നമുക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്തിനേലും നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. 73 വയസ്സായ മമ്മൂട്ടിക്ക് ഇനിയും ഈ പണി അവസാനിപ്പിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുവരെ ടൈറ്റിൽ ഇട്ടിട്ടില്ല, പക്ഷെ അത് ആ ഒരു രീതിയിലുള്ള ടൈറ്റിൽ തന്നെയായിരിക്കും ഇടാൻ പോകുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് ഈ പറഞ്ഞ മാതിരി പ്രതികരിക്കാൻ വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള വേണമെങ്കിൽ പറയാം. കാരണം മമ്മൂട്ടി സിനിമയുടെ അഭിനയം നിർത്തുകയാണ് അല്ലെങ്കിൽ നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. സത്യത്തിൽ എന്താണ് എന്നുള്ളത് വീഡിയോ കണ്ടു കഴിഞ്ഞാലേ അറിയാൻ സാധിക്കത്തുള്ളൂ. 73 വയസ്സായി മമ്മൂട്ടിക്ക് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമുണ്ടായത്. അദ്ദേഹത്തിന്റെ സിനിമ അഭിനയം നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ 73-കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ആ പ്രായം ഏതാണ് റേഞ്ച് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. 73 വയസ്സുള്ള ഒരാൾ സിനിമ അഭിനയം നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതിനേക്കാൾ പ്രായമുള്ള ആളുകൾ സിനിമയിൽ നായകനായിട്ട് വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഏറ്റവും അവസാനത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസമാണ് തീർന്നത്. അദ്ദേഹത്തിന് 94 വയസ്സാണ്. ആ പടം റിലീസ് ചെയ്യുന്നതോടുകൂടി ഒരു ഗിന്നസ് റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് തേടിയെത്തും. ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ കാര്യം പോട്ടെ, അത് ഒരു എക്സ്ട്രാ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മമ്മൂട്ടിയുടെ അതേ പ്രായം തന്നെയുള്ള ആളാണ് ലിയോം നീസന്റെ ലാസ്റ്റ് പടം ഇറങ്ങിയത് 2023 ഡിസംബറിലോ മറ്റുമാണ് ലാസ്റ്റ് പടം ഇറങ്ങിയത്. ആ പടം വരെ സൂപ്പർ ഹിറ്റാണ്. അദ്ദേഹം എല്ലാ കാലത്തും സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രായം 72 വയസ്സ് 73 വയസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പല നടന്മാരും ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നു. പലരും ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡൊക്കെ ആജീവനാന്ത ആക്ഷൻ ഹീറോ ആയിട്ട് നിലനിന്ന വ്യക്തികളാണ്. പക്ഷേ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന താരം നിർത്തണം എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ കൂതറ ആക്ഷൻ സിനിമകളാണ്. കൂതറ ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ടർബോ ഉൾപ്പെടെയുള്ള സിനിമകൾ. ടർബോയിലെ ആക്ഷൻ നല്ലതാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ടീമിനെ ഇറക്കേണ്ട ഗതി വരെ ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ടീമിനെ ഇറക്കാന്ന് പറഞ്ഞാൽ അവരിറക്കുന്നതല്ല, മമ്മൂട്ടി ആരാധകർ തന്നെ ഇറങ്ങുന്നതാണ്. അല്ലാതെ ആ പടത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ തൃപ്തി തോന്നത്തില്ല. അല്ലെങ്കിൽ പിന്നെ രജനീകാന്ത് സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ മറ്റേ എന്തിനിലൊക്കെ കാണിച്ച പോലെ വേറെ ഡൂപ്പിനെ വെച്ചിട്ട് അടിപൊളി ആക്ഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ തല വെട്ടി കയറ്റി വെക്കുക. ആ ഒരു രീതിയിലാണെങ്കിൽ ഓക്കെ. അതല്ലാതെ മമ്മൂട്ടിനെ തന്നെ വെച്ചിട്ട് ഇപ്പൊ ടർബോയിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മമ്മൂട്ടി തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. വലിയ ഡേഞ്ചർ സിറ്റുവേഷനിലൊന്നും ആ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളിലൊന്നുമില്ല. ഉള്ളത് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. പക്ഷെ അത് മമ്മൂട്ടിയുടെ ആ 70 വയസ്സുകാരന്റെ അല്ലെങ്കിൽ 72 വയസ്സായിരിക്കും ആ പടം ഷൂട്ട് ചെയ്യുമ്പോൾ. 70 വയസ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം റൗണ്ട് ചെയ്ത്. 70 വയസ്സുകാരന്റെ എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. ആ ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതാണ്, ഇനി എന്നെ കൊണ്ട് ഈ പരിപാടി എടുപ്പിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ട് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം, മമ്മൂട്ടിയെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ട് അതേപോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഡയറക്ടേഴ്സിനോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് ഇതുപോലെയുള്ള സിനിമകൾ ചെയ്യാതിരിക്കുക. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അടി ഇടി വെടി മാത്രമല്ല, അതിനേക്കാൾ നല്ല ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എന്ത് ത്രില്ലറാണ്, എന്ത് ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അതിനെ പരിഗണിക്കാവുന്നതാണ്. ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം അതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ സിനിമ എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം. വേണ്ട ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ എടുത്തു നോക്കും. പ്യുവർ ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ വന്നിരിക്കുന്നത്. ഭീഷ്മപർവത്തിൽ മമ്മൂട്ടിയുടെ ആക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മാത്രമാണ്. പക്ഷെ അതുപോലും മമ്മൂട്ടിയുടെ മേലനക്കാതിരിക്കാൻ വേണ്ടി സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന ആക്ഷൻ രംഗങ്ങളിലെല്ലാം തന്നെ മറ്റുള്ളവർ വെച്ചിട്ടാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമയാണത് എന്നേ എല്ലാവരും പറയത്തുള്ളൂ. സിനിമ കണ്ടിരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല മമ്മൂട്ടി ഇടിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആ രീതിയിലും പടം പിടിക്കാം. ആ രീതിയിലും ഉള്ള സിനിമകളൊക്കെ, ആ രീതിയിലുള്ള ആക്ഷൻ സിനിമകളൊക്കെ. ഇപ്പൊ ലിയോം നീസന്റെ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിന്റെ
പേര് ഞാൻ മറന്നുപോയി. ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ആക്ഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ആ സിനിമയിൽ ഒരിക്കൽ പോലും ലിയോം നീസൺ ഒരാളെ പോലും കൈയെടുത്ത് ഓങ്ങി അടിക്കുന്നില്ല. തോക്ക് വെച്ചിട്ടുള്ള വെടിവയ്പ്പാണ് എന്നുണ്ടെങ്കിൽ ആകെ 2 പ്രാവശ്യം മാത്രമേ അദ്ദേഹം തോക്ക് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ആ പടം തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ത്രില്ലർ മൂഡ് കീപ്പ് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത്. സത്യത്തിൽ മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള ആക്ഷൻ സിനിമകൾ എന്ന് പറയുന്നത് ആ രീതിയിലൂടെ കീപ്പ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മമ്മൂട്ടി ആ സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് നല്ല നല്ല കഥയുള്ള നല്ല നല്ല സോഷ്യൽ മെസ്സേജസ് അതൊക്കെ വേണമെങ്കിൽ എന്താണെന്ന് നോക്കാം. സോഷ്യൽ മെസ്സേജസ് സിനിമയിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല കഥയുള്ള സിനിമകൾ, ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ, അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് ഒരു 90 വയസ്സായാലും മമ്മൂട്ടിക്ക് നിഷ്പ്രയാസം അഭിനയിച്ചിട്ട് പോകാവുന്ന സിനിമയാണ്. അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ വേണ്ട, ഈ അടുത്ത കാലത്ത് ഹിറ്റായിട്ടുള്ള ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും നല്ല സിനിമകൾ എന്ന് തന്നെ മമ്മൂട്ടിയുടെ വിശേഷിപ്പിക്കാവുന്ന സിനിമകളാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടേതായിട്ട് പരാജയപ്പെട്ട സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ ഇത് തൊട്ടാണ് ഒരു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. എന്തായിരുന്നു ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്? ആക്ഷൻ സിനിമ എന്ന് പറയുന്ന ലേബലിലാണ് ആ സിനിമ വന്നത്. പക്ഷെ ഈ പറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ മമ്മൂട്ടി കത്തി കയറിയോ അല്ലെങ്കിൽ പ്രേക്ഷകരെ മിന്നിച്ചോ? ഈ പറഞ്ഞ ഇപ്പോൾ ഇറങ്ങിയ ടർബോ എന്ന് പറയുന്ന സിനിമ, ടർബോ വലിയ സാമ്പത്തിക ലാഭമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്രയും വലിയ ഒരു ഇത് നടത്തുന്നത്, ക്യാമ്പയിൻ നടത്തുന്നത്? അങ്ങനെ ഒരു നടത്തേണ്ട കാര്യമുണ്ടോ? പടം 10-70 കോടി രൂപ കളക്ട് ചെയ്തു. പിന്നീട് അത് ലാഭമാണെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഡയറക്ടർ വന്നിട്ട് 20 കോടി എന്റെ ബഡ്ജറ്റ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിക്ക് മുമ്പ് അവർ പറഞ്ഞ ബഡ്ജറ്റൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. അതിപ്പോ ഞാൻ കൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പടത്തിന്റെ ബഡ്ജറ്റ് കൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളം മൊത്തം അത് അങ്ങോട്ട് ആളി പടർന്ന്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമകളുടെ ഒക്കെ കണ്ടന്റ് എന്ന് പറയുന്ന ആക്ഷൻ സിനിമകളാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ സിനിമകളെ മമ്മൂട്ടി മാറ്റിയിട്ട് അതിപ്പോഴത്തെ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ ചെയ്യാറുണ്ട്. അവർ വന്ന് ചെയ്തോളൂ. ഇപ്പൊ ടർബോ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ടർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ മമ്മൂട്ടി മാത്രമല്ല മലയാളത്തിലുള്ളത്. പക്ഷെ ഈ പറഞ്ഞ കാതൽ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മമ്മൂട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പലരും ഉണ്ടായേക്കാം. പക്ഷെ അത്രയും മനോഹരമായിട്ട് അതിനെ ചെയ്ത് ഫലിപ്പിക്കാൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ഈ ടർബോയോ ക്രിസ്റ്റഫറോ ഒക്കെ ചെയ്യാൻ ലോകത്ത് ഏത് കൂതറ നടനും പറ്റും എന്നുള്ളതും കൂടി ഓർക്കുക. കണ്ണൂർ സ്ക്വാഡ് ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഒരേ ഒരു രംഗം മാത്രം, 2 ആക്ഷൻ രംഗങ്ങളുണ്ട്, ക്ലൈമാക്സും പിന്നെ മറ്റാ രാത്രിയുള്ള ആ ഫൈറ്റും. ആ 2 രംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ മമ്മൂട്ടി ഒറ്റയ്ക്കല്ല, മമ്മൂട്ടിയെ സഹായിക്കാനും പലരുമുണ്ട്. അങ്ങനെയുള്ള ആക്ഷൻ രംഗങ്ങൾ നമ്മൾ അംഗീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല അവിടെ വന്നിട്ട് ആക്ഷൻ ചെയ്യുന്ന, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പലരുമുണ്ട്, അദ്ദേഹത്തിനും അടി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും ആളുകൾ അംഗീകരിക്കും. പക്ഷെ ഈ എക്സ്ട്രാ ഓർഡിനറി കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, മീശയൊക്കെ പിരിച്ചിട്ട്, ഇപ്പൊ ടർബോ ജോസൊക്കെ, ടർബോ മീശ പിരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേപോലെയുള്ള ടർബോ പഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആ സംഭവങ്ങളൊക്കെ ജനങ്ങളെ അങ്ങോട്ട് ഇരുത്തി അങ്ങോട്ട് വിശ്വസിപ്പിക്കണം. നിങ്ങളങ്ങോട്ട് വിശ്വസിക്കുക, എന്താണ് നിങ്ങൾക്ക് കുഴപ്പം, ഇത് മമ്മൂട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് വിശ്വസിക്കാത്തവന്മാരെ തെറി വിളിക്കാൻ വേണ്ടി ഒരു ഗ്യാങ് ഇറങ്ങുക. ഈ വക പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല കഥയുള്ള എല്ലാ കാലത്തും നിലനിൽക്കുന്ന സിനിമകളാണ് ഈ ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ കാതൽ പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് ആരെങ്കിലും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടാവും, അവിടെ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടാവും, അവിടെ ഈ ടർബോ എന്ന് പറയുന്ന സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെയുള്ള ഇപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 കൊല്ലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് വളരെയധികം ലൈഫുള്ള സിനിമകളായിരുന്നു. ആ രീതിയിലുള്ള സിനിമകൾ അദ്ദേഹം ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഈ വക കൂതറ സിനിമകൾ, ആക്ഷൻ സിനിമകൾ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന സിനിമകളുമായിട്ട് അദ്ദേഹം വരരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ ഫാൻസുകാരെ സംബന്ധിച്ച് അതാണ് വേണ്ടത്. ഈ പ്രായത്തിൽ മമ്മൂട്ടി കിടന്ന് ചത്ത് പണിയെടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് മാന്യമായിട്ടുള്ള സിനിമകൾ അഭിനയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കൊല്ലം വരെ അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്യും. അന്ന് വരെ അദ്ദേഹത്തിന് ആ സിനിമകൾ അഭിനയിക്കുകയും ചെയ്യാം. പ്രായമായ ആളുകൾ, ഇപ്പോൾ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയിൽ വില്ലനായിട്ട് അച്ഛനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ആ പ്രായത്തിൽ അച്ഛനാവേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 20 കൊല്ലം മുമ്പേ അമിതാഭ് ബച്ചൻ അച്ഛൻ വേഷങ്ങളിലേക്ക് വന്നിരുന്നു. മറ്റേ മുഹബത്തേൻ അല്ലേ, അതെ, മുഹബത്തേൻ മുതൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് എന്ന് പറയുന്ന ടൈം തൊട്ട് അദ്ദേഹം അച്ഛൻ വേഷങ്ങളാണ് ചെയ്തത്. മമ്മൂട്ടി ഇന്നും അച്ഛൻ വേഷങ്ങളിലേക്ക് മാറിയിട്ടില്ല. അദ്ദേഹം ഇന്നും സൂപ്പർ സ്റ്റാർ
മെഗാസ്റ്റാർ എന്നുള്ള റേഞ്ചിൽ തന്നെ നിൽക്കുന്നു, ഇന്ന് നായകനായിട്ട് തന്നെ പടം ചെയ്യുന്നു. പക്ഷെ അത് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ പേര് ഇനിയും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ടർബോ പോലുള്ള ഈ ആക്ഷൻ സാധനങ്ങൾ മാറ്റിയിട്ട് നല്ല സിനിമകൾ ചെയ്യുക. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിനകത്ത് വേറെ ഒരാളുടെയും കൈകടത്തലുകളില്ല. അതുകൊണ്ട് ഈ പൂർണ്ണമായിട്ടും വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇനിയും തെറി വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തെറി വിളിക്കുക. തെറി വിളികൾ ഞാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. അതല്ലാത്ത തെറി വിളികൾക്ക് നമുക്ക് ഒരു നമസ്കാരം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.